നമസ്കാരം, ഞാൻ കോഴിക്കോട് നിന്നാണ്. ഇതാണ് എൻ്റെ ടെലസ്കോപ്പ്, സെലസ്ട്രോൺ ആസ്ട്രോമാസ്റ്റർ 130 EQ. ഇതാണ് പേര്. നല്ലൊരു ടെലസ്കോപ്പാണ്. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ഭയങ്കരമാണ്. അതിന് പ്രധാന കാരണം ഈ രണ്ട് സംഭവമാണ്. ഇത് ഇതിൻ്റെ കനം ക്രമീകരിക്കാൻ വേണ്ടി വെച്ച വെയിറ്റാണ് ഇത്. ഈ സ്റ്റോണുകൾ, അതായത് നമ്മളെ ഗ്രൈൻഡറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ കല്ലുകളില്ലേ, അതേ സിസ്റ്റം മോഡലാണിത്. അപ്പോൾ ഇതിന് മാത്രം വരുന്ന വെയിറ്റ് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10 കിലോൻ്റെ അടുത്തുണ്ട്. ഇതാണ് ഈ മെയിൻ പോരായ്മ പറയുന്നത്. അതായത് നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് മുറ്റത്തേക്ക് എടുത്തു കൊണ്ടുപോകാനും പിന്നെ പെട്ടെന്നൊന്ന് ആവശ്യത്തിന് എടുത്തു കൊണ്ടുപോകാനും നോക്കുവാനും ആകാശത്തേക്ക് നോക്കി ഒബ്സർവ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതേ ഉള്ളൂ ഇതിൻ്റെ തകരാറ്. അപ്പോൾ ഇതിൻ്റെ മുന്നറിയിപ്പുകളാണ് സൂര്യനെ നോക്കുന്ന പ്രശ്നം കൈകാര്യം. കാരണം ഈ ലെൻസോട് നോക്കുമ്പോൾ സൂര്യൻ കുറച്ചുകൂടി അടുത്ത്. അപ്പോൾ ഫിൽറ്റർ വെച്ചിട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയത് ചെറുപ്പത്തിന് ഞാൻ സൂര്യനെ നോക്കി, സൂര്യഗ്രഹണ സമയത്ത്. അത് വേണ്ട പൂച്ചേ, കൈയോണ്ടെടുത്ത് വാതിൽ തുറക്കാൻ നോക്കുന്നു. അപ്പം സൂര്യനെ നോക്കിയപ്പം എനിക്ക് കാഴ്ചക്ക് പ്രശ്നം തുടങ്ങി. അപ്പോൾ പൂർണ്ണമായും ബ്ലൈൻഡായിപ്പോയി. പിന്നെ വന്നിട്ട് ഇതിൻ്റെ ലിവറാണ്. കാരണം ഇത്രയും കനമുള്ളതുകൊണ്ട് നമുക്ക് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ലിവർ വെച്ചാണ് ഇതിൻ്റെ അളവുകളാണ്, കണ്ടില്ലേ? അതെൻ്റെ ബൈനോക്കുലറിലുണ്ട്. നമുക്ക് സെറ്റിങ്സ് ചെയ്യാനുള്ള അളവുകൾ കണ്ടോ. വന്നിട്ട് 2 അളവുകളുണ്ട്. ഒന്ന് വന്നിട്ട് ഇതും, ഒന്ന് വന്നിട്ട് ഇതും. പിന്നെ വന്നിട്ട് അതിൻ്റെ ട്രൈപ്പോഡൊക്കെ നല്ല ട്രൈപ്പോഡാണ്. ഇതിൻ്റെ 2 സ്ക്രൂ ഉണ്ട് ഫിറ്റ് ചെയ്ത്. ഇത് നമ്മളെ ഒരു ലെൻസാണ്. ഒരു ലെൻസ് വേറെ ഉണ്ട്. ഓക്കെ, ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളെ സ്കൈ ഒബ്സർവേഷൻ്റെ സമയത്ത് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചാൽ ഇത് ഒബ്ജക്റ്റ് വന്നാൽ ഇത് ഒരു റെഡ് ഗ്രീനൊക്കെ കളറാവും. ഇത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ